ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും A to Z ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് കേക്കിന് വേണ്ടി നമ്മൾ മിറർ ഗ്ലേസ് തയ്യാറാക്കണ വിധമാണ്. അപ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും നമുക്ക് കേക്കിന് മിറർ ഗ്ലേസ് വരുമ്പോൾ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് മിറർ ഗ്ലേസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇതിൽ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് മെനക്കേടൊന്നുമില്ല നമുക്ക് മിറർ ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മിറർ ഗ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ജെലാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജെലാറ്റിൻ ഒരു ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാൻ വെക്കണം ഒരു 15 മിനിറ്റ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1/2 കപ്പ് വെള്ളം, പിന്നെ വേണ്ടത് ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച ജെലാറ്റിനും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലേക്ക് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 3/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാണ്ട് നല്ലോണം മിക്സാക്കിക്കൊണ്ടിരിക്കുക. ഇത് നിൽക്കരുത്, പഞ്ചസാരയൊക്കെ നല്ലോണം അലിയുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ചേ ഇടാവുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തുടരെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച ജെലാറ്റിനും കൂടി ചേർത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ജെലാറ്റിനും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം. നല്ലോണം മിക്സാക്കി ഇത് നല്ലോണം അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അവിടെ നുറുക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ്, അതായത് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിശ്രിതം ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. വിസ്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് മിക്സാക്കുക. നല്ലോണം മിക്സാക്കി അത് മെൽറ്റാക്കി എടുക്കണം. ഇത് നല്ലോണം ചൂടോടെ ഒഴിക്കുന്നതുകൊണ്ട് ചോക്ലേറ്റൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. വിസ്ക് വെച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി എടുക്കാത്. ഇതിപ്പോൾ ഒരുവിധം നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കത് നല്ലോണം അരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് കുറച്ച് ജെൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കളറാണ് ആഡ് ചെയ്യണത്. ഇനി കളറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കരുത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ വന്നില്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഏത് ജെൽ കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. സൂപ്പർ റെഡ് ഉപയോഗിക്കുക, ടൊമാറ്റോ റെഡ്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക അതിന് വേണ്ടി. ഇപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയൊരു കേക്ക് ടിന്നും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കി എടുത്ത കേക്ക് വെച്ച് കൊടുക്കുക. ഞാനിത് 2 മണിക്കൂർ സെറ്റ് ചെയ്ത കേക്കാണ്, ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് മിറർ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളും സൈഡിലൂടെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ എല്ലാ സൈഡും എത്തുന്ന ഇതായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അത് താഴെ തട്ടിലേക്ക് ഒഴിച്ച് വെക്കോളും. ഇപ്പോൾ കണ്ടോ, നല്ല ഗ്ലേസ് ഉണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മിറർ ഗ്ലേസ് വരുമ്പോൾ. അപ്പോൾ ഇത് കേക്കിൽ നല്ലോണം ഫുള്ളായിട്ട് കവറായിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇതിലേക്ക് ഒലിച്ച് പൊക്കോളും, താഴെ തട്ടിലേക്ക് തന്നെ. അതൊക്കെ നമുക്കൊന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റ് ചെയ്തെടുക്കുക. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ ഇത് വെച്ചിട്ട് നമ്മൾ വെക്കേണ്ടതാണ്. ഫ്രീസറിലല്ല, സാധാ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ കേക്ക് ഞാനിവിടെ ഡെക്കറേറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് മിറർ ഗ്ലേസ് വരുമ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.